ഫ്രണ്ട്സ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൺസ്ക്രീനിനെ കുറിച്ചാണ്. സൺസ്ക്രീനിനെ കുറിച്ച് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നതായിരിക്കും. എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനും അതിൻ്റെ റിവ്യൂ ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്കിൻ കെയറിൽ ഏറ്റവും ആദ്യം നമ്മൾ വേണമെന്ന് വളരെ നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺ ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ബേസിക്കലി എന്താണ് ഈ സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺ ബ്ലോക്ക് എന്ന് പറയുന്നത്? അവർക്കും അറിയാം, വെയിൽ കാരണം നമ്മുടെ മുഖം പെട്ടെന്ന് കരുവാളിക്കും. അത് മാത്രമല്ല, കരുവാളിപ്പ് ഉണ്ടാവുന്ന മാത്രമല്ല, അത് കുറേ കാലം കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ സൂര്യപ്രകാശം നമ്മുടെ മേല് തട്ടുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ഡാമേജ് ആവും, പെട്ടെന്ന് പ്രായം തോന്നിക്കുകയും ചെയ്യും സ്കിന്നിൽ. സോ ആ ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺ ബ്ലോക്ക് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ഇത് സമ്മേഴ്സിൽ മാത്രമല്ല, നമ്മൾ വിൻ്റേഴ്സിലും നമ്മൾ വീട്ടിലിരിക്കുമ്പോഴൊക്കെ അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ വീട്ടിലുള്ളപ്പോൾ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. ബേസിക്കലി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമ്മൾ ഈ ജനലിൽ നിന്നും അല്ലെങ്കിൽ എന്തായാലും നമുക്ക് കുറച്ച് വെയിലില്ലെങ്കിലും അതൊന്ന് സൂര്യപ്രകാശത്തു നിന്നുള്ള റേസ് നമ്മളിൽ തട്ടും, അതിലൂടെ സൺ ഡാമേജ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വീട്ടിലിരിക്കുമ്പോൾ പോലും നമ്മൾ ഇടണമെന്ന് പറയുന്നത്. വീട്ടിലുള്ളപ്പോൾ ഒന്നും എനിക്ക് അപ്ലൈ ചെയ്യണത്, എൻ്റെ സ്കിന്നിൽ ഒന്നും അപ്ലൈ ചെയ്യണത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. പക്ഷെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴും വീട്ടിലിരിക്കുമ്പോൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺ ബ്ലോക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പറയണത്. എന്നിട്ട് അതിനുശേഷം എല്ലാ 3 to 4 മണിക്കൂറും നമ്മൾ അത് റീഅപ്ലൈ ചെയ്യാൻ വേണം. എന്നാലേ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾ എത്ര സൺസ്ക്രീൻ ഇട്ടാലും നമ്മൾ വെയിലത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ 100% പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടില്ല. അത് ഒരു കാരണവശാലും കിട്ടില്ല എന്നുള്ളത്. മാക്സിമം സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് 97 to 98% ആണ്. അതിൽ കൂടുതൽ സൺ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടില്ല. സോ ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ പോലും സ്കാർഫ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യണത് നല്ലതാണ്. എന്നാൽ പോലും കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിൽ കരുവാളിപ്പ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ കരുവാളിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ കുറേ ഹോം മെയ്ഡ് റെമഡീസ് ഉണ്ട്, ഒരുപാട് സ്ക്രബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈസിലി അത് റിമൂവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതായത് ഇന്നിപ്പോൾ വെയിലത്തിറങ്ങി ഒരുപാട് കരുവാളിപ്പുണ്ട്, ഇന്ന് തന്നെ നമ്മൾ സ്ക്രബ് ഉപയോഗിച്ച് കളയുകയാണെങ്കിൽ അത് പെട്ടെന്ന് പോവും. അല്ല, നമ്മൾ കുറേ നാൾ അതിങ്ങനെ ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ കരുവാളിപ്പ് വല്ലാണ്ട് കൂടും. അപ്പോൾ അതേപോലെ തന്നെ അത് മാറിക്കിട്ടാനും പ്രയാസമായിരിക്കും. ഞാൻ ഓൾറെഡി നാച്ചുറലി സൺ ടാൻ റിമൂവ് ചെയ്യാനുള്ള നാച്ചുറൽ റെമഡീസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ മുകളിൽ കാട്ടിലിടാം, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. ഫേവറേറ്റ് സൺ ബ്ലോക്ക് അല്ലെങ്കിൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് രണ്ടും ലോട്ടസ് ബ്രാൻഡിൽ നിന്നാണ്. ഇതൊന്ന് സൺ ബ്ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സ്ഥിരം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ലോട്ടസ് ഹെർബൽ സേഫ് സൺ 3-in-1 ഡെയിലി സൺ ബ്ലോക്ക് ആണ്. ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. സ്കിൻ ലൈറ്റനിങ്ങിനെ കുറിച്ച് ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല. പിന്നെ മാറ്റിഫൈങ് എന്ന് പറയുന്നുണ്ട്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് PA++ ആണ്. UVA and SPF 40 ഉണ്ട്, ഇതിൽ UVB ഉണ്ട്. സോ UVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എ എന്ന് സ്റ്റാൻഡ് ചെയ്യുന്നത് ഏജിങ്ങിനാണ്. അതായത് UVA പറയുമ്പോൾ നമ്മുടെ ഏജിങ്ങിന്, അതായത് സൺ ഡാമേജ് എന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടുകയും, UVB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേണിംഗ് എന്നാണ്. അതായത് സൺ റേസ് കാരണം നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ബേൺ ഉണ്ടാവാണ്ട് തടയാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ് ആൻഡ് ഇത് ടിൻറ്റഡ് ആണ്. ഇതിനൊരു ലൈറ്റ് ഒരു പിങ്കിഷ് ഒരു ചെറിയൊരു ടെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഒട്ടും കവറേജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും നിങ്ങൾ കോളേജിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ മാത്രം മതി. സൺസ്ക്രീനും കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. സോ ഇതെൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ്. ഇതാണ് ഞാൻ സ്ഥിരം മേടിക്കുക. ഇത് തീർന്നാലും ഞാൻ ഇത് തന്നെയാണ് മേടിക്കൽ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിൽ ചെറിയ ടെൻറ്റ് ഉള്ള കാരണം ഇത് നല്ലതാണ്. പിന്നെ ഓൾ സ്കിൻ ടൈപ്പ് നല്ലതാണ്. ബേസിക്കലി ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒട്ടും സാധാരണ സൺസ്ക്രീൻ പോലെ തിക്കല്ല, അത്ര തിക്ക് കൺസിസ്റ്റൻസി അല്ല. അതേപോലെ തന്നെ മിക്ക സൺസ്ക്രീനും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും, ഭയങ്കര ഒരു വെള്ള പെയിൻ്റ് അടിച്ച പോലെ ഉണ്ടാവും. നല്ല വൃത്തികേടാണ് അത് കാണാനായിട്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഈ സൺസ്ക്രീനിന് അതില്ല. അതുകൊണ്ടാണ് എനിക്കിത് മെയിൻലി ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം. ഇത് 50 gram ഓഫ് പ്രോഡക്റ്റിന് 245 രൂപയാണ്. സോ സൺസ്ക്രീൻ പൊതുവേ അത്ര ഇൻഎക്സ്പെൻസീവ് അല്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. കുറച്ച് ലോക്കൽ ബ്രാൻഡ്സിലൊക്കെ നമുക്ക് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് കിട്ടും. ചാലും സൺസ്ക്രീൻ മോയ്സ്ചറൈസറൊക്കെ റിസ്ക് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കുറച്ച് വെൽ നോൺ ബ്രാൻഡിൽ നിന്ന് കുറച്ച് കാശ് മുടക്കിയാലും കുറച്ച് നല്ല ബ്രാൻഡിൽ നിന്ന് മേടിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്യണത് തന്നെയുള്ള എനിക്ക് വേറെ ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ്. ഇത് സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ നേരത്തെ ടിൻറ്റഡ് ആണെന്നുള്ളത് കാണിച്ചിരിക്കുന്നത് സൺ ബ്ലോക്ക് ആണ്. ഇത് സൺസ്ക്രീൻ ആണ്. എഗെയിൻ ഇതിനും UVA and UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. PA++ ഉണ്ട്. ഇതിന് SPF 50 ആണ്.
സോ ബേസിക്കലി ഈ പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് UVA അതായത് ഏജിങ്ങിന് എത്ര കണ്ട് പ്രൊട്ടക്ഷൻ തരും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് PA++ ആണ്, അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനാണ്. ചിലതിൽ 4+, ആക്ച്വലി ചിലതിൽ 5+ വരെ ഉണ്ട്. സോ PA++ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനാണ്. പിന്നെ ഇതിലിത് മാറ്റ് ജെല്ലാണ്, ഇത് ടിൻറ്റഡ് അല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് നോർമൽ ടു ഓയിലി സ്കിൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു ഡ്രൈ സ്കിന്നാണുള്ളത്, പക്ഷേ എന്നാൽ പോലും ഇതെനിക്ക് സൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് ഒട്ടുമിക്ക സ്കിൻ ടോണിന് സൂട്ട് ആവുന്നതാണ് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒട്ടും ഡ്രൈയിങ് ആയിട്ട് തോന്നുന്നേ ഇല്ല. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിയർ ജെല്ലാണ്, മറ്റേതുപോലെ ടിൻറ്റഡ് അല്ല. എഗെയിൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റിഫൈങ് എഫക്റ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സൺസ്ക്രീൻസ് പോലെ ഒരു വൈറ്റ് കാസ്റ്റ് മുഖത്ത് തരില്ല. സെയിം എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇതിന് 245 ഇത് ഈ സൺ ബ്ലോക്കിന് 245 സൺസ്ക്രീന് 295 rupees ആണുള്ളത്. എങ്കിൽ എനിക്കിത് നന്നായി വർക്ക്ഔട്ട് ആവുന്ന സൺസ്ക്രീൻ ആണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് കാസ്റ്റ് ഇല്ല, ഒട്ടും ഹെവി അല്ല സ്കിന്നിൽ. പിന്നെ ഇത് മാറ്റിഫൈങ് ആണ്. സോ ഓയിലി സ്കിന്നിന് നല്ലതാണ്, ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കുക. ഇത് വല്ലാണ്ട് ഡ്രൈയിങ് അല്ല സ്കിന്നിൽ. പിന്നെ കുറച്ച് എഫോർഡബിൾ റേഞ്ചിലാണ്, അത്ര എക്സ്പെൻസീവ് ആണെന്ന് പറയാനില്ല. പിന്നെ നല്ലൊരു ബ്രാൻഡാണ്. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പാരബൻ ഉണ്ട്, അത് ഒരു നെഗറ്റീവ് ആണ്. കാരണം ഈ സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺ ബ്ലോക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ബ്രഷ് ഒന്നും ഉപയോഗിക്കില്ല, നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യണ പോലെ മുഖത്ത് അങ്ങനെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യരുത്. ഞാൻ ഓൾറെഡി ബിഗിനേഴ്സിന് വേണ്ട മേക്കപ്പ് വീഡിയോയിൽ, കോളേജ് മേക്കപ്പ് ലുക്കിൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കാർട്ടിലിടാം, കണ്ടു നോക്കൂ. നമ്മുടെ സ്കിന്നിന് അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല, ഇത് നമ്മുടെ സ്കിന്നിന് മുകളിൽ തന്നെ നിൽക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. സോ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ജസ്റ്റ് ഒന്ന് പതുക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക, അത്രേ പാടുള്ളൂ. അത് മസാജ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കാനേ പാടില്ല. ഡിസ്കസ് ചെയ്യാനുള്ളത് സൺസ്ക്രീനും സൺ ബ്ലോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഞാൻ അറിയാം ഇത് സൺ ബ്ലോക്കും ഇത് സൺസ്ക്രീനും ആണ് അല്ലേ. സോ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ നോട്ട്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാട്ടോ ഞാൻ ഇങ്ങനെ നോക്കണത്. ബേസിക്കലി സൺ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്കിന്നിൽ ഇരുന്നിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ UVA&UVB റേസിനൊക്കെ അത് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യണത്. അത് ഉള്ളിലേക്ക് കടത്താണ്, അത് അവിടെ തന്നെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യണത്. ബേസിക്കലി ഈ സൺ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി കെമിക്കലി ആണ് വർക്ക് ചെയ്യണത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് UV റേസ് വലിച്ചെടുത്തിട്ട് വേണ്ടാത്ത റേസിന് അത് സോ അങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട്. ഹാർംഫുൾ ആയിട്ടുള്ള എല്ലാ റേസിനെയും ഇത് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യണത്. സൺ ബ്ലോക്ക് കുറച്ചും കൂടി തിക്കായിരിക്കും, പക്ഷെ സൺസ്ക്രീൻ കുറച്ചും കൂടി ലൈറ്റ് ആവാനാണ് ചാൻസ്. പിന്നെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ബ്ലോക്ക് എന്ന് പറയുന്നത് മേജർലി നമ്മുടെ സ്കിൻ ബേണിങ്ങിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യണത്. പക്ഷെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർലി ഏജിങ്ങിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യണത്. സോ ഇത് രണ്ടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും, പക്ഷെ കൂടുതൽ ഫോക്കസ് സൺ ബ്ലോക്ക് ആണെങ്കിൽ സൺ ബേൺ എന്നാണ്, പിന്നെ സൺസ്ക്രീൻ ആണെങ്കിൽ ഏജിങ് എന്നാണ്. ഇൻ ഷോർട്ട് ആർക്ക് ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരത്തേക്കൊക്കെയാണ് പുറത്തിറങ്ങുന്നത്, 1-2 മണിക്കൂർ അങ്ങനെയൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ മതി. പക്ഷേ നിങ്ങൾ ഒരുപാട് ഹാർഷ് സൺലൈറ്റിലേക്കാണ് ഇറങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ ബ്ലോക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറച്ച് തിക്കാണ്, അതുകൊണ്ട് തന്നെ മേക്കപ്പിന് താഴെയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എഗെയിൻ സൺസ്ക്രീൻ ആണ് നല്ലത്. സൺ ബ്ലോക്ക് ആകുമ്പോൾ കുറച്ച് ഹെവി തിക്കായിരിക്കും, അതുകൊണ്ട് മേക്കപ്പിൻ്റെ അണ്ടർനീത്ത് ആകുമ്പോൾ അത് കുറച്ച് മേക്കപ്പിനെ എഫക്റ്റ് ചെയ്യാൻ അതിൻ്റെ ആപ്ലിക്കേഷൻ വൈസ് എഫക്റ്റ് ചെയ്യാൻ കുറച്ച് ചാൻസ് ഉണ്ട്. സോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ച് മേടിക്കാം. ഇൻ ഷോർട്ട് കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ എപ്പോഴും ലോട്ടസിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇതിൽ പാരബൻ ഉണ്ട് എന്നുള്ള ഒരു കോൺ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും കുഴപ്പമില്ല. ഇപ്പം ഞാൻ പാരബൻ ഇല്ലാത്തൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അത് ആവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ. പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്ത് പോകുമ്പോൾ സ്കാർഫ് എന്തെങ്കിലും ഇട്ടിട്ട് മറയ്ക്കണം. എസ്പെഷ്യലി 2 വീലറിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ കെട്ടില്ലേ, അതേപോലെ കെട്ടുക. അത് ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല, അങ്ങനെ കെട്ടിയിട്ട് തന്നെ പോവുക. കാരണം ഇപ്പോഴത്തെ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഷാണ്. സോ അത് ശ്രദ്ധിക്കുക. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർഷായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കരുത്. നമ്മൾ സ്കിൻ കെയറിൽ നോക്കുമ്പോൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ആണ്, അതിനുശേഷമാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. അതൊരു തിക്ക് ലെയർ വേണം അപ്ലൈ ചെയ്യാനായിട്ട്, അതും മസാജ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കരുത്. ഡാബ് ചെയ്ത് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുക. പിന്നെ UVA&UVB പ്രൊട്ടക്ഷൻ PA++ ഉള്ളൊരു സൺസ്ക്രീൻ SPF 50 ഒരു 40 അല്ലെങ്കിൽ 50 ഉള്ളത്
വേണം എടുക്കാനായിട്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.